നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ പേപ്പറും പേനയും എടുത്ത് എഴുത്തുകൾ എഴുതി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഉറ്റവർക്കും ഉടയവർക്കും ഒക്കെ എഴുത്തുകൾ എഴുതി അത് ഒട്ടിച്ച്, സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ബോക്സിൽ ചെന്ന് പോസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് പോസ്റ്റ് ചെയ്ത് അതവിടെ ലഭിച്ചോ ഇല്ലയോ എന്നറിയാതെ കാത്തിരുന്ന് അതിനുശേഷം തിരിച്ച് അതിൻ്റെ മറുപടി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞ് വരുന്നതും കാത്തിരുന്ന് അപ്പോഴൊന്നും യാതൊരു തരത്തിലുള്ള വിഭ്രാന്തിയും മനസ്സിൽ വരാതെ കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഇന്ന് നമുക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 2 നീലട്ടിക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മറുപടി വരുന്നില്ല എന്നുള്ള ഒരു വലിയ യുദ്ധം തന്നെ മനസ്സിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കടന്നു പോകാറുണ്ട്. എന്തുകൊണ്ട് എൻ്റെ മെസ്സേജ് കണ്ടിട്ട് ഇതുവരെ തിരിച്ചയച്ചില്ലല്ലോ? ഇനി നീലട്ടേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചെങ്കിൽ എടുത്ത് നോക്കും അല്ലേ, ഇൻഫോയിൽ റെഡാണോ അല്ലയോ എന്ന്. മെസ്സേജ് കണ്ടു, മെസ്സേജ് വായിച്ചു, പക്ഷേ അതിന് തിരിച്ചൊരു മറുപടി തന്നില്ലല്ലോ. അത്തരത്തിൽ നമുക്കെല്ലാവർക്കും പ്രതികരണങ്ങളെല്ലാം ക്ഷണനേരം കൊണ്ട് ആവശ്യം ആണ്. നമ്മുടെ പ്രതീക്ഷകൾക്കൊന്നും ഒരു കാത്തിരിപ്പ് കാലമില്ലാത്ത കാലഘട്ടമാണ്. എല്ലാ പ്രതീക്ഷകളും ആ നിമിഷത്തിൽ തന്നെ നമുക്ക് യാഥാർത്ഥ്യമായി തീരണം എന്നുള്ള ഒരു കാലഘട്ടം. പക്ഷെ ജീവിതത്തിൽ, പ്രകൃതിയിൽ, ലോകത്തിൽ ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു താളവും ഈണവും ലയവും ഉണ്ട് എന്ന് നാം മറന്നുപോകരുത്. അതിൻ്റേതായിട്ടുള്ള ഒരു കാലക്രമമുണ്ട്. അതനുസരിച്ച് മാത്രമേ അതിന് പൂക്കാനും കായ്ക്കാനും തളർക്കാനും ഒക്കെ കഴിയൂ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പം അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് യഥാർത്ഥ ലോകത്തിൽ, ഈ ഒരു വെർച്വൽ വേൾഡിലല്ലാതെ യഥാർത്ഥ ലോകത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ക്ഷമയോടുകൂടി ഓരോ ജീവിത സാഹചര്യവും, അതെപ്പോഴും പ്രതിസന്ധി ആയിരിക്കണം എന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ, ഒരു സാധാരണ ബന്ധത്തിൽ ഒരു വിടവ് വീഴാൻ ഈ ഒരു ചെറിയ കാര്യം മതി അല്ലേ, റിപ്ലൈ തന്നില്ല എന്നുള്ളൊരു ചെറിയ കാര്യം മതി മനുഷ്യർ പരസ്പരം ബന്ധങ്ങളിൽ ചെറിയ ചെറിയ വിടവുകൾ വീണു തുടങ്ങാനായിട്ട്. അപ്പോൾ